എന്താ വെടിവെച്ചാൻ പോവില്ല മുതലാളി. മുതലാളി മുതലാളി അറിഞ്ഞില്ലേ, അർജുനന്റെ രോഗമൊക്കെ മാറി. അവനിപ്പോ പണ്ടത്തെക്കാൾ ഉഷാറായി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നാട്ടിലൊക്കെ ഇതാ സംസാരം. ഇത്തവണ തെക്കേക്കരക്കാർക്ക് വേണ്ടി ചിലപ്പോ അവൻ ഇറങ്ങും. അതോടെ മുതലാളിയുടെ കാര്യം ഗോപി. ഇത് പറയാനാണ് നീ ഓടിപ്പിടിച്ചു വന്നത്? എന്റെ അമ്മയുടെ സത്യം, ഞാൻ ഓട്ടോ പിടിച്ചാ വന്നത്. ഈ അടി ശരിക്കും കിട്ടി. കഴിഞ്ഞ വർഷം ഉത്സവത്തിന് അർജുനെ നമ്മൾ എഴുന്നള്ളിച്ചപ്പോ 3 ലക്ഷം രൂപയാണ് ഏക്കം കൊടുത്തത്. അതേ സംഖ്യ തന്നെ ഏക്കം കൊടുത്ത് ആനപ്രേമി കൃഷ്ണപ്രസാദിന്റെ ആന അർജുനെ തന്നെ ഇത്തവണയും തെക്കേക്കരക്കാരുടെ കൊമ്പനായിട്ട് അങ്ങോട്ട് തീരുമാനിക്കാം. എന്താ രാമനാരെ ഒട്ടക്ക് പറയാന്ന് വിചാരിക്കരുത്, എനിക്ക് യോജിപ്പില്ല. അതെന്താന്ന് പറയൂ. അർജുനൻ കേമനായിരുന്നു, അതൊക്കെ പണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് ആർക്കാ അറിയാ? നട്ടലിനെ ക്ഷതേച്ചേക്കണം. തലപ്പൊക്കം ഉണ്ടോ തന്നെ അറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ബൽറാമിനേക്കാ ഉയർന്നു നിൽക്കട്ടെ. ഉറപ്പുണ്ടോ ചൂതാട്ടാവും? അതിന്റെ സൂക്കേടൊക്കെ മാറിയില്ലേ? അതൊക്കെ വാക്കിലല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെ എന്തുകൊണ്ട് വേറൊരു ഉത്സവത്തിന് പോയില്ല? അതിനുള്ള കാരണവും അവൻ പറഞ്ഞില്ലേ. അർജുനെ ആദ്യമായിട്ട് എഴുന്നള്ളിപ്പിക്കുന്നത് നമ്മുടെ ഉത്സവത്തിനാവണമെന്ന് അവന് നിർബന്ധമായിരുന്നു. അത് വെറും പറിച്ചില്ലല്ലേ? അതെ, നടേശം പറഞ്ഞതിലും കാര്യമില്ലാതില്ല രാമൻ നായരെ. എനിക്ക് രാമൻ നായരോട് യോജിപ്പാ. ഈ പ്രശ്നം ഭൂരിപക്ഷത്തിന് വിടാം. ഭൂരിപക്ഷം സമ്മതിക്കായിരിക്കും, പക്ഷെ തടമ്പ് നഷ്ടപ്പെട്ട ബാധ്യത രാമനാർക്കാ. അത് മറക്കണ്ട. ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇയാളെ? രാമേട്ടാ, എന്തായി? എന്റെ ഒരാളുടെ ഉറപ്പില കമ്മിറ്റിക്കാര് സമ്മതിച്ചിരിക്കുന്നു. ഈശ്വര, എന്നെ ചതിക്കരുത്. അതെ, തെടമ്പ് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ചാവുക നല്ലത്. ഇല്ല രാമേട്ടാ, ഞാൻ തരുന്ന വാക്ക. തെക്കേക്കരക്കാരുടെ ഗജവീരനായിട്ട് എന്റെ അർജുൻ ഇറങ്ങുകയും ചെയ്യും, തിടമ്പ് വാങ്ങുകയും ചെയ്യും. പോരെ? പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഉത്സവ തലേന്ന് ആനകളെ അളക്കാനാണ് തീരുമാനം. രാവിലെ നട അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം. അടച്ചു കഴിഞ്ഞാൽ പിന്നെ അളക്കാൻ പാടില്ല എന്ന ക്ഷേത്രാചാരം അറിയാലോ? അറിയാം. മുതലാളി എന്താണ് ഇത്? ആരാ വന്നിരിക്കുന്നത് നോക്കേ. ഈ മുറ്റത്ത് കാലുകുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? കാലുകുത്തിയത് ഞാനല്ലല്ലോ, പുളിക്കത്തറേ, എന്റെ ആനയല്ലേ. അർജുനടാ, പട്ടിയുടെ മോനെ, കാലുമടക്കി നിന്റെ മോന്തക്കുറ്റിക്കൂടെ തന്നാലുണ്ടല്ലടാ. മുതലാളി അറിഞ്ഞില്ലേ വിശേഷം? തെക്കേക്കരക്കാർക്ക് വേണ്ടി തടമ്പേറ്റാൻ അർജുനൻ ഇറങ്ങുന്നു. നീ ഇല്ലാതാക്കാൻ നോക്കിയ ഇവൻ എന്നെ ദ്രോഹിച്ചതിന് പകരം ചോദിക്കാൻ ദൈവം തന്ന അവസരമാണിത്. ഇത്രയും നാളും വീർപ്പുമുട്ടി കഴിയായിരുന്നു ഞാൻ. ഈ നാട്ടുകാർക്ക് മുമ്പിൽ വെച്ച് നീ തോൽക്കുന്നതിൽ പരം കുറച്ചിലുണ്ടോ? നീ നാറി പുളിക്കും. ഞെളിയാൻ വരട്ടെ, ആദ്യം ചെയ്ത് കാണിക്ക്. എന്നെ അറിയാവുള്ളൂ നിനക്ക്. ഒരാന കേറിയാ പോരാ, പലയാന കയറണം. പലയാന കേറിയാ പോരാ, കൊലയാന കയറണം. അതാണ് പ്രമാണം. നമുക്ക് കാണാം. അർജുന, അവൻ ജയിക്കരുത്. ജയിച്ച അത് അനിരുദ്ധന്റെ മരണമാണ്. അവൻ ജയിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലും അവനാള് എടുക്കണോ? വലിയ മിടുക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ നേരിട്ട് വന്നൊന്ന് കാണണമെന്ന് ഗൗരി പലവട്ടം പറയണു. എവിടെ, ആകെ തിരക്കും ബഹളവും. അർജുനൊന്ന് നേരെ നിന്നപ്പോഴാ സത്യം പറഞ്ഞ ഞാനും ഒന്ന് നേരെ നിന്നത്. നേരെ നിന്നപ്പോഴോ നിന്ന് തിരിയാണ്ട് സമയമില്ലാണ്ടായി. എന്താണാവോ? വീടിന്റെ കാര്യം. ഓ, ഞാൻ തന്ന വാക്കല്ലേ. സൊസൈറ്റി ബാങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ലേലം നടക്കും. എന്ത് വില കൊടുത്താലും ശരി, നിങ്ങളുടെ വീട് തന്നെ ലേലത്തിൽ പിടിച്ച് ഞാൻ എന്റെ വാക്ക് നിറവേറ്റിരിക്കും. പോരെ? അറിയാം. എന്നാലും ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഒരാലോചന വന്നിരിക്കണു ഇവൾക്ക്. അകന്ന ഒരു ബന്ധത്തിൽ നിന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നതാ. ജാതകം നോക്കിച്ചപ്പോ ചേരുകയും ചെയ്തു. നന്നായി, നല്ല കാര്യല്ലേ, നടക്കട്ടെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. വീടിന്റെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ജപ്തിയായത് മറ്റൊരാൾക്ക് വേണ്ടിയാവുമ്പോ ചോദ്യങ്ങൾ വരുമല്ലോ. അത് അവർക്കൊരു കുറച്ചിലല്ലേ.
വീട് സ്വന്തമായാലേ നിശ്ചയം നടക്കൂ. കാത്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടി വിചാരിച്ച കഴിയും. നിങ്ങളുടെ സ്വന്തം വീട് തന്നെ ഞാൻ വാങ്ങിത്തരും. കല്യാണം നടക്കുകയും ചെയ്യും. ഇങ്ങനൊരു കല്യാണക്കാര്യം എന്നോട് പറഞ്ഞില്ല. സസ്പെൻസ് ആക്കി വെച്ചു അല്ലേ? സാരമില്ല, ഗൗരിക്ക് നല്ലതേ വരും. പോട്ടെ. ഇയാളെ ഒളിച്ചു നിൽക്കാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറയടോ. ഞാനെന്ത് പറയാനാ? തന്നോടല്ല, എന്താന്ന് വെച്ചാ പറയടോ. രാമേട്ടാ, ഒന്നുകൂടി എന്നെ സഹായിക്കണം. തിടമ്പ് ഞാൻ വാങ്ങിത്തരും, അതെന്റെ വാക്കാ. ഗൗരിയുടെ വീട് ലേലത്തിൽ വാങ്ങിക്കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നതാ. ലേലം മറ്റന്നാളാ. എന്റെ ഭാഗാധാരം പണയപ്പെടുത്തി ഇതൊക്കെ നിഷ്പ്രയാസം എനിക്ക് മേടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ചെയ്താ പോരെ? പക്ഷെ അത് കോടതിയിൽ കെട്ടിവെക്കാൻ വേണ്ടി രാമേട്ടൻ വിചാരിച്ചാൽ ഇനി എന്നെ സഹായിക്കാൻ പറ്റൂ. എങ്ങനെ? തിടമ്പ് വാങ്ങിത്തന്ന ഏക്കായിട്ടൊരു സംഖ്യ തരാന്ന് പറഞ്ഞിരുന്നില്ലേ? അത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തിടമ്പ് ഞാൻ വാങ്ങിത്തരും, ഉറപ്പാ. അതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല, അറിയാലോ. ദേവസ്വത്തിന്റെ പണം കമ്മിറ്റിക്കാരായിട്ടൊന്ന് ആലോചിക്കട്ടെ. താൻ വിഷമിക്കാതിരിക്കടോ. രാമൻ നായർക്ക് എന്താ വട്ടായോ? ഇതെന്ത് ഭാവിച്ചാ? തിടമ്പ് വാങ്ങി തരുവോ തന്നെ നിശ്ചയില്ല. അതും പോരാഞ്ഞ ഏക്കസംഖ്യ മുഴുവൻ മുൻകൂർ നൽകാന്ന് വെച്ചാ? ഉറപ്പുള്ള കാര്യമാണെങ്കിൽ ഏക്കാവൂ, അല്ലെങ്കിൽ അബദ്ധാവൂ. രാമനായരെ, ഈ കാര്യത്തിൽ ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം. പണം ഉണ്ടാക്കാൻ വേണ്ടി സൂക്കറിൽ ആനയും കാണിച്ച് നമ്മൾ ദേശക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കല്ലേ എന്ന് പോലും സംശയമുണ്ട്. ഇക്കണക്കിന് അളക്കലിന് അവൻ എത്തുമോ തന്നെ സംശയം. എഴുതാപ്പുറം വായിക്കില്ല എന്റെ നടേശ. കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു, അവൻ നമ്മളോട് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. ശരി, രാമൻ നായർക്ക് അത്ര വിശ്വാസം പണം കൊടുത്തോളൂ. പക്ഷെ ഒന്നുണ്ട്, തെക്കേക്കരക്കാർക്ക് തിടമ്പ് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം രാമൻ നായർക്കാ. അത് മറക്കണ്ട. അതന്നെ. പണത്തിന്റെ കാര്യം ഓക്കെ ആയി. പക്ഷെ കമ്മിറ്റിക്കാർക്ക് മുഴുവൻ എതിർപ്പാ. എന്നിട്ടും ഞാൻ പണം വാങ്ങി തരുന്നത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാ. അത് തെറ്റിക്കരുത് നീ. ഇല്ല രാമേട്ടാ, എന്നെ വിശ്വസിക്കാം, സ്വന്തം മോനെ പോലെ. 2,75,000. 2,75,000. 2,75,000. 2,75,000. 3 ലക്ഷം. 3 ലക്ഷം. 3 ലക്ഷം. 3,25,000. 3,25,000. 3,25,000. 3,25,000. ലേലം ഉറപ്പിക്കാൻ പോവാണ്. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? ലേലം ഉറപ്പിക്കാൻ പോവാ. 3,25,000 ഒരു തരം. 3,25,000 രണ്ട് തരം. 3,50,000. 3,50,000. 3,50,000. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? 3,50,000. 3,50,000 ഒരു തരം. 3,50,000 രണ്ട് തരം. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 3,50,000 മൂന്ന് തരം. എനിക്കുണ്ടല്ലോ ആർക്കും വേണ്ടാത്ത കുറച്ച് സ്ഥലം. അതിന്റെ ആധാരം പണയം വെച്ച് പണം വാങ്ങി. കൂടപ്പിറപ്പുകളിൽ നീ മാത്രം ഇന്നുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. നിനക്കായിട്ടൊന്നും തരാനും കഴിഞ്ഞിട്ടില്ല. ഇത് ഈ ഏട്ടന്റെ ഒരു ചെറിയ സമ്മാനാണെന്ന് കരുതിയാ മതി. ആ, ചെന്ന് ആധാരം മടക്കി വാങ്ങി ഗൗരിക്ക് കൊടുക്ക്. എന്തിനാ ലേലം വിട്ടുകൊടുത്തേ? താൻ എന്തിനെങ്ങനെ ചിരിക്കുന്നേ? മരമണ്ടന്മാര് 3.5 ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും ആ വീട് വാങ്ങിക്കോ? ആ, നീ പത്തായപ്പുരയിലേക്ക് ഉടനെ താമസം മാറ്റണം. തെരുവോരത്തൊരു അനാഥനെ പോലെ ഇങ്ങനെ കഴിയണത് കാണുമ്പോ വലിയ സങ്കട. എന്ത് വില കൊടുത്തു ആ വീട് ലേലത്തിൽ പിടിക്കണമെന്ന് പറഞ്ഞല്ലേ അനിരുദ്ധ മുതലാളി നമ്മൾ എങ്ങോട്ട് അയച്ചത്? എന്ന് കരുതി മുതലാളിക്ക് നഷ്ടം വരുത്താതിരിക്കാനുള്ള കടമ നമുക്കില്ലേ? എന്തുണ്ടാ വീട്ടില്? കുറെ കല്ലുകളും കുറെ കഴുക്കോല് കഷ്ണങ്ങളും. മൂഞ്ഞരലച്ചം. അതെ, എന്റെ ഈ ബുദ്ധി വൈഭവം മുതലാളി അറിയുമ്പോഴേ ദേ പൂവമ്പഴ ഉലിക്കണ പോലെ എന്നെ ഉലിച്ചങ്ങ് വിഴുങ്ങും. മരക്കഴുതേ, കല്ലും കഴുക്കോല് കഷ്ണങ്ങളും ഒക്കെ തനിക്ക്. പക്ഷേ എനിക്കത് ചോരമണക്കുന്ന പ്രതികാരങ്ങളാ. ഒക്കെ കളഞ്ഞു കുളിച്ച് വന്നിരിക്കുന്നു. ഉളുപ്പില്ലയോടോ തനിക്ക്? വീണ്ടും വീണ്ടും അവ എന്നെ തോൽപ്പിക്കുന്നു. പക്ഷേ അന്തിമ വിജയം എനിക്കാടോ, എനിക്ക് മാത്രം. നാളത്തെ തലപൊക്ക മത്സരത്തിൽ അവന്റെ ആന ഇറങ്ങരുത്, ഇറക്കരുത്. എനിക്ക് ജയിക്കണം, ജയിച്ചേ തീരൂ. ഞാനൊരു സൂത്രം പറയട്ടെ, ജയിക്കാൻ ഇറങ്ങി പോടോ. ഓട്ടോ പപ്പേട്ടാ, ദൈവം പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു പറയുന്നത് എത്ര ശരിയാണ്. ഇന്ന് ഞാൻ ആ ദൈവത്തെ കണ്ടു. എന്റെ ഏട്ടന്റെ ഗൗരിയുടെ വീടിന്റെ ആധാരം എനിക്ക് വാങ്ങിത്തന്നത് എന്റെ ഏട്ടനാ പപ്പേട്ട. എന്നെ തോപ്പിച്ചു കളഞ്ഞു. ഏതായാലും ഗൗരിക്ക് സന്തോഷമായി.
പക്ഷെ എന്റെ സന്തോഷം പോയി. വീട് തിരിച്ചിട്ട് അവളുടെ കല്യാണം നടക്കില്ലേ, അത് മുടങ്ങണമായിരുന്നു. പപ്പേട്ടൻ എന്താ ഭ്രാന്തുണ്ടോ? നിനക്ക് ആത്മാർത്ഥോട് പറയാൻ പറ്റുമോ ഗൗരി നിനക്ക് കാര്യമില്ലെന്ന്? ഓ അത് കഴിയും. നാവുണ്ട്, മനസ്സുകൊണ്ട് പറ്റുമോ? പപ്പേട്ട പ്രസാദേ, എന്നെ വിളിക്കരുത്. കഴിയില്ല നിനക്ക്. ഗൗരി നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോ അറിയാതെ വെന്തുരുകിയ നിന്റെ മനസ്സിനെ ഞാൻ കണ്ടു. ഗൗരി ഇല്ലാതെ നിനക്ക് കഴിയുമോ? ഒക്കെ ഓരോ വിഡിത്തങ്ങളാ പപ്പേട്ട. അവളുടെ മുമ്പിൽ നല്ലൊരു ജീവിതം ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ വെറുതെ ഓരോന്ന്. തിരിച്ചെടുക്കാൻ മറ്റെന്തും, പണം, ഭൂമി, പദവി. പക്ഷെ സ്നേഹിക്കുന്നൊരു മനസ്സ് കഴിയില്ല പ്രസാദ്. ഒരിക്കലും ഒരു വാക്കിന്റെ പേരിൽ അത് നഷ്ടപ്പെടുത്തരുത്. ആ ചെല്ല്, ചെന്ന് അവളുടെ മനസ്സ് തുറന്ന് പറയേ. ചെല്ലടാ. ഈ ഞാനാ പറയണേ. ചെല്ല്. മായേ മനം കനിന്തരുൾ പുരിവായേ മധുரை മലർ മീനാക്ഷി മായേ മനം കനിന്തരുൾ. നിങ്ങൾ തുടർന്നോളൂ. എന്താ പ്രസാദേട്ടാ? ദാ വീടിന്റെ ആധാരം. ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ വീട് ഞാനായിട്ട് തന്നെ തിരിച്ചു തരിക. ഗൗരിയുടെ കല്യാണമൊക്കെ മംഗളായിട്ട് നടക്കട്ടെ. ദാ വാങ്ങിച്ചോ. ഗൗരി, ആധാരം തിരിച്ചു കിട്ടിയതിന് കരയുക ചെയ്യാ, സന്തോഷിക്കല്ലേ വേണ്ടത്? അറിയില്ല, എനിക്കറിയില്ല. ഗൗരി, ആരെങ്കിലൊക്കെ കണ്ട ഞാൻ ചെല്ലട്ടെ. ഗൗരി, പപ്പേട്ടൻ പറയായിരുന്നേ, ചോദിക്കാതെ വിഴുങ്ങുന്നൊരു വാക്കിന്റെ പേരില് ജീവിതം ഒരിക്കലും നശിപ്പിച്ചു കളയരുതെന്ന്. ഈ പ്രാരാബ്ദങ്ങൾക്കിടയില് ഞാനെപ്പോഴോ ചോദിക്കാൻ മറന്നുപോയ വാക്ക് തെറ്റാണോന്ന് എനിക്കറിയില്ല. എങ്കിലും ചോദിക്കുക, ഈ രണ്ട് തലത്തിലുള്ള നമ്മുടെ ഈ യാത്ര ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ഇനി അങ്ങോട്ട് ഒന്നിച്ച്